യൂട്യൂബിലൂടെ നമ്മൾ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റൂ? അതാണ് ഇന്നത്തെ ചോദ്യം. എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കുന്ന കാര്യമാണ്. നമ്മൾ പുതിയ ചാനൽ തുടങ്ങി, സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രയാസത്തിലാണ്, അല്ലെങ്കിൽ ഒരു വീടെടുക്കണം, അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലൂടെ ചെയ്തെടുക്കാൻ പറ്റുമോ? അതായത് നമുക്കൊരു വീട് വെക്കുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സ്ഥിരമായിട്ടൊരു എമൗണ്ട് കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്യൂബിലൂടെ നേടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് നേരിടേണ്ട പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട്, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ ടോപ്പിക്ക് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി വ്യൂസ് കിട്ടുമെന്നുള്ളത്. ഇതിൽ ആദ്യത്തെ കാര്യം പറയാനുള്ളത്, പലരും പറയുന്നത് എനിക്ക് യൂട്യൂബ് ചാനലിലൂടെ സമ്പാദിക്കണം, അല്ലെങ്കിൽ പൈസ കിട്ടണമെന്നുള്ളത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് തോന്നിയത് കാര്യം എന്ന് പറഞ്ഞാൽ, യൂട്യൂബ് ഇന്ന് ഏത് മറ്റ് ബിസിനസ്സുകളെ പോലെയും ഒരു ബിസിനസ്സായിട്ടാണ് ഈ കോണ്ടൻറ്റ് ക്രിയേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മണിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അതായത് സാധാരണ രീതിയിൽ വളരെ ചെറിയ രീതിയിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര പൈസ മുതൽ മുടക്കണം? കുറഞ്ഞത് ഒരു 15,000 രൂപയെങ്കിലും മുതൽ മുടക്കിയാൽ മാത്രമേ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ യൂട്യൂബിൽ നിങ്ങൾ നേരെ തന്നെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ, ക്യാമറയില്ല, മൈക്കില്ല, ഒന്നുമില്ലാതെ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായ സ്ട്രഗിൾസും നിങ്ങൾക്ക് നേടാൻ ഉണ്ടാവും. അതായത് നിങ്ങൾ സക്സസ് ആവില്ല എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രഗിൾസ് ഉറപ്പായിട്ടും മുന്നോട്ടേക്ക് വരും. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ ടോപ്പിക്കിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, മൈക്ക്, ലൈറ്റ്സ്, ട്രൈപോഡ്സ്, ഇങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആദ്യം നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ. ഇനി ഇതൊക്കെ വാങ്ങിക്കുന്നതിന് മുന്നേ വേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഐഡിയ ആണ്. ഐഡിയ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു. പലരും ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പം യൂട്യൂബിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് തുടക്കത്തിൽ ഒരാൾ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു, പുതിയ ആളാണ്, ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അവർക്ക് അറിയുന്നത് എന്താണ്, യൂട്യൂബിൽ നിന്ന് ആർക്കൊക്കെയോ പൈസ കിട്ടുന്നുണ്ട്, എന്തൊക്കെയോ വരുമാനം വരുന്നുണ്ട്, പലരും വീടെടുക്കുന്നുണ്ട്, കാണുന്നു, യൂട്യൂബിൽ തന്നെ കാണുന്നു, പല വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങളും തീരുമാനിക്കുന്നത് ഇതിൽ വന്നിട്ട് എനിക്കും അതുപോലെ ചെയ്യാമെന്നുള്ളത്. പക്ഷേ അതിൽ പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഈ പറയുന്ന ഒരു പ്രോസസ്സ് നിങ്ങളിത് മനസ്സിലാക്കണം കറക്റ്റായിട്ട്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. പണ്ടത്തെ കാലത്ത്, അതായത് പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ ഒരു 2018 കാലഘട്ടത്തിലൊക്കെ യൂട്യൂബ് വന്ന ആദ്യ ഘട്ടങ്ങളിൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. യൂട്യൂബ് എന്താണെന്നോ, തമ്പനെയിൽ എന്താണെന്നോ, ഇതെന്താണെന്നോ ഒരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ ആര് എന്ത് വീഡിയോ ഇട്ടാലും ആളുകൾ കാണും. കാരണം കണ്ണൂരുള്ള ഒരാൾ, കൊല്ലത്തുള്ള ഒരാളുടെ വീടും അവരുടെ പരിസരങ്ങളും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അതെന്തായിരിക്കും, അവരെങ്ങനെയാണ്. പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആളുകളുടെ എണ്ണം കൂടി വന്ന് ഇപ്പോൾ എന്തായി, എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഈ വീഡിയോസിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. ഞാൻ ഈ വീഡിയോ ഇടുന്ന ആളുകളോട് തന്നെ ചോദിക്കാറുണ്ട്, പിന്നെ നിങ്ങൾ ലാസ്റ്റ് എപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ കണ്ടത്? അതായത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളും മറ്റൊക്കെ കാണിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ഇങ്ങനെയുള്ള വീഡിയോ ലാസ്റ്റ് എപ്പോഴാണ് നിങ്ങൾ കണ്ടത് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല. അവർ പറയുന്നത് നമ്മൾ കാണാറില്ല. അപ്പോൾ നിങ്ങൾ കാണാത്തത് എങ്ങനെയാണ് നാട്ടുകാർ കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ പോലും കാണാത്ത വീഡിയോസ് നിങ്ങൾ എടുത്തിട്ടിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് കാണാൻ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ലല്ലോ. അതാണ് ഇതിൻ്റെ പോയിൻ്റ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ആളുകളുടെ ഒരു പെർസെപ്ഷനും ബിഹേവിയറൊക്കെ മാറി, അവരുടെ ഒരു കൺസ്യൂമിങ് മാറി. അത് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഇപ്പോൾ ചാനലിൽ കാണുന്ന, എല്ലാവരുടെ ചാനലിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ആളുകൾ മനസ്സിലാക്കുന്നില്ല കാലഘട്ടങ്ങൾ മാറി വരുന്നതും അതിലൂടെ യൂട്യൂബിൽ വരുന്ന ചേഞ്ചസും ആളുകൾ മനസ്സിലാക്കുന്നില്ല. എന്തായിരിക്കണം നമ്മുടെ വീഡിയോൻ്റെ ഐഡിയ എന്ന് പറയുന്നത്? ഈ ഒരു സമയത്ത് ആളുകളുടെ ഒരു സൈക്കോളജി ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ്, ഒറ്റ കാര്യം, എനിക്ക് എന്ത് കിട്ടും? ചോദ്യം ഇതാണ്, ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ചോദ്യമാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളും ആരൊക്കെ കാണുന്നുണ്ടോ അവരൊക്കെ ചിന്തിക്കുക. അതായത്
ഇയാളുടെ ഈ വീഡിയോ കണ്ടാൽ എനിക്കെന്ത് ഗുണം കിട്ടും, എൻ്റെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിലോ എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചുറ്റുപാടിലോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഉറപ്പായിട്ടും നിങ്ങൾ നോക്കും. അത് നോക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, അല്ലേ? സത്യമല്ലേ? ആണ്. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ചിന്തിക്കുക എനിക്കെന്ത് കിട്ടുന്നുള്ളൂ. അപ്പം നിങ്ങളൊരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഐഡിയ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് കാണുന്ന ഈ ഐഡിയയിലുള്ള വീഡിയോ കാണുന്ന ഒരാൾക്ക് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ടുള്ളത്. മൊത്തത്തിൽ കാണുമ്പോൾ ആളുകൾക്ക് എന്ത് തോന്നും, അവർക്ക് എന്ത് ഇമോഷൻസ് അവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നത്, ഇപ്പോൾ കുട്ടികളുടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടികളുടെ വീഡിയോ ചെയ്യുന്ന ഒരാളുടെ വീഡിയോ കണ്ടു, ചാനൽ കണ്ടു. അതിന് എനിക്ക് തോന്നുന്നു നല്ല വ്യൂസ് ഉണ്ട്, 15 ലക്ഷം, 10 ലക്ഷം, 5 ലക്ഷം ഒക്കെ ഉണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിച്ചത് കുട്ടികളുടെ വീഡിയോക്ക് മാത്രമല്ല ആ പറയുന്ന ലൈക്ക് ചെയ്ത് വന്നിട്ടുള്ളത്, അവരുടെ നറേഷൻ, അതായത് അവരെന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ്. നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് സംസാരിക്കുന്നത്, കാരണം നമ്മളത് കാണുമ്പോൾ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നറേഷൻസാണ് പ്രത്യേകത. അതായത് എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. നമുക്ക് ഈ പറയുന്ന മറ്റ് ഗുണങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് സന്തോഷവും ഒരു എൻ്റർടൈൻമെൻറ്റും തോന്നുന്നുണ്ടെങ്കിൽ അത് മതി. നിങ്ങൾക്ക് കൊടുക്കാൻ ഒരു വാല്യൂ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. പക്ഷേ നിങ്ങൾ പറയും എൻ്റെ വീഡിയോ കണ്ട എൻ്റർടൈൻമെൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവിടെ കറക്റ്റ് കൺവേ ആവണം, അല്ലെങ്കിൽ ആ കാണുന്ന ആളുകൾക്ക് കിട്ടണം, ഇല്ലെങ്കിൽ കാര്യമില്ല. കാരണം നിങ്ങൾ എന്തും പറയും, നമ്മൾ കമ്പനീസ് പല പരസ്യങ്ങളും പറയുമല്ലോ, പ്രൊഡക്റ്റിന് ആ ക്വാളിറ്റി ഉണ്ടെങ്കിലല്ലേ അത് സെയിലാവുള്ളൂ. അതേപോലെ തന്നെ യൂട്യൂബ്, ഞാൻ പറഞ്ഞില്ല, യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ കൺസിഡർ ചെയ്യണം. അതാണ് ആദ്യം വേണ്ടത്. അതായത് നല്ല ഒരു ഐഡിയ കണ്ടുപിടിക്കാം. കുക്കിംഗ് ആവാം, എന്തും ആയിക്കോട്ടെ. നിങ്ങളിനിപ്പോൾ ആൾക്കാർ കുക്കിംഗ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുന്നു വേണ്ട, നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടേതായ സ്റ്റൈലിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. അതായത് കുക്കിങ്ങിൽ തന്നെ എല്ലാവരും ഒരുപോലെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? നിങ്ങളെല്ലാവരുടെയും കുട്ടിക്കാലം വ്യത്യാസമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസൊക്കെ പണ്ട് പറഞ്ഞു തന്ന ഓരോ കുക്കിംഗ് ടിപ്സ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞ പോലെ, ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, പിന്നെ നമ്മൾ സാധാരണ കല്ലിൽ അരച്ചൊക്കെ ചമ്മന്തിയൊക്കെ ആക്കുന്നില്ലേ, ഈ പരിപാടിയൊക്കെ നമുക്ക് ഇപ്പോഴും ചെയ്യാം. അതായത് കോണ്ടൻറ്റ് ക്രിയേഷനാണ് ചെയ്യേണ്ടത്. നിങ്ങൾ വീഡിയോ എഡിറ്റേഴ്സ് അല്ല. വീഡിയോ എഡിറ്റേഴ്സ് എന്താണ്? എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കും, അതിന് കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്ന സാധാരണ വീഡിയോ എഡിറ്റേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല. ഞാൻ പറയുന്നത് എപ്പോഴും സാധാരണ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എഡിറ്റേഴ്സ് ആയിട്ട് മാത്രം മാറരുത്. ഏതെങ്കിലും ഒരു ആപ്പ് എടുത്തു, അതിൽ കുറേ വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്തു, കുറേ മ്യൂസിക് ഇട്ടു. ആ മ്യൂസിക്കിന് പോലും ഏത് മ്യൂസിക്കാണ് ഇടേണ്ടത് പോലും ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മ്യൂസിക് ഇട്ടിട്ടാണ് പലരും വീഡിയോ ചെയ്യുന്നത്. ഇത് തീർത്തും തെറ്റായ രീതിയാണ്. ഇതുകൊണ്ടാണ് നിങ്ങൾ സക്സസ് ആവാത്തത്. സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞ രൂപത്തിൽ വേണം ചെയ്യാൻ വേണ്ടി. അതിൽ ആദ്യത്തെ ഐഡിയേഷൻ എന്ന പാട്ട് മാത്രമാണ് പറയുന്നത്, ഇനി 2 പാർട്ട് കൂടിയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യമാണ് പാക്കേജിങ് എന്ന് പറയുന്നത്. എന്താണ് പാക്കേജിങ് എന്ന് പറഞ്ഞാൽ? പാക്കേജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി, ഇപ്പോൾ എൻ്റെ ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പുട്ടുപൊടിയും കാര്യങ്ങളൊക്കെ മില്ലുണ്ട്, ഫ്ലോർ മില്ലുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ ഉമ്മ ആണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ പുട്ടുപൊടി ഉണ്ടാക്കി വിചാരിക്കുക. പുട്ടുപൊടി ഉണ്ടാക്കിയിട്ട് ഈ പുട്ടുപൊടി എന്ത് ചെയ്യും? നല്ല ഒരു പാക്കിങ്ങിലാക്കിയിട്ട് ആദ്യം ചെയ്യും, പിന്നെയാണല്ലോ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പുട്ടുപൊടിയെ പാക്കിങ്ങിലാക്കുന്ന പാക്കേജിങ് എന്ന് പറയുന്ന രീതി പോലെ തന്നെയാണ് യൂട്യൂബിലും പാക്കേജിങ് വരുന്നത്. അത് എന്തൊക്കെയാണ് ഈ പാക്കേജിങ്ങിൽ വരിക? പാക്കേജിങ്ങിൽ വരുന്നത് നല്ല ടൈറ്റിൽ, നല്ല തമ്പനെയിൽ, നല്ല ഡിസ്ക്രിപ്ഷൻ. അതായത് ആളുകൾ ഇതിനെ മൊത്തത്തിൽ വിലയിരുത്തുന്ന രീതിയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ വേണ്ടത്, ഇതാണ് പാക്കേജിങ് എന്ന് പറയൽ. പലരും ഇതിൽ പരാജയപ്പോയി, ഭയങ്കര അബദ്ധമായിരിക്കും. കാരണം തമ്പനെയിൽസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ ക്ലിക്ക് ചെയ്യാത്ത രൂപത്തിലായിരിക്കും ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? കറക്റ്റാക്കണം പാക്കേജിങ് എന്ന് പറയുന്നത്. അപ്പോൾ പാക്കേജിങ്ങിനെ കുറിച്ചിട്ട് പിന്നെ വലിയ രീതിയിൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ എല്ലാവരും തമ്പനെയിൽസിനെ കുറിച്ചിട്ടും ടൈറ്റിലിനെ കുറിച്ചിട്ടൊക്കെ അറിയാം. എന്നാലും ടൈറ്റിലൊക്കെ വളരെ അബദ്ധമായിട്ട് എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനൊരു ടൈറ്റിൽ ഫോർമാറ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചെണ്ണം. അത് നിങ്ങളത് വെച്ചിട്ട് ChatGPT-നോടൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ രൂപത്തിൽ ടൈറ്റിൽ ഉണ്ടാക്കി തരും. അടിപൊളിയായിട്ട് അത് വർക്കാവും. നിങ്ങൾ ധൈര്യമായിട്ട് ഇട്ട് നോക്കിക്കോ. കാരണം നല്ല റീച്ച് കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിട്ടാണ്. കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കിയാൽ മതി. നോക്കട്ടെ, പറ്റിയെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൂടി അത് ആഡ് ചെയ്യാം, നിങ്ങൾക്കത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു, ഐഡിയേഷനും പറഞ്ഞു, പിന്നെ പാക്കേജിങ് പറഞ്ഞു. ഇനി അടുത്തത് റിട്ടൻഷനാണ്. റിട്ടൻഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു, അപ്പോൾ ആളുകൾ ഇത് എൻഗേജ്ഡ് ആയിട്ട് കണ്ടിരിക്കണം.
കണ്ടിരുന്നാലല്ലേ ഈ വീഡിയോ തുടർന്ന് കണ്ടാലല്ലേ നമുക്ക് വ്യൂസ് വാച്ച് ഓവറെല്ലാം വരുള്ളൂ. പലരും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വീഡിയോ എടുത്തിടും, ഒരു എൻഗേജ്മെൻറ്റ്സും അതിലുണ്ടാവില്ല. നിങ്ങളെ വീഡിയോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങളവിടെ പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കണം, അതിനൊരു കാരണം ഉണ്ടായിരിക്കണം. അവസാനം വരെ കാണാനുള്ള ഒരു കാരണം നിങ്ങളവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കാരണങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്ലാനഡ് ആയിരിക്കണം നമ്മുടെ വീഡിയോസ്. അതായത് നമ്മൾ ഇന്ന് ടോപ്പിക്ക് ചെയ്യുന്നു, അവിടെ ഇന്ന കാര്യങ്ങൾ പറയുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു സ്റ്റോറി പോലെ പോയാൽ അത്രയും നല്ലത്. എല്ലാ വീഡിയോസിനും ഈ സ്റ്റോറി അപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് ഓരോരാളുടെ ടോപ്പിക്ക് പോലെ ഇരിക്കും. പക്ഷേ ഭൂരിഭാഗം ഇതൊരു സ്റ്റോറി പോലെ പോയാൽ വളരെ നല്ലത്. പിന്നെ ഓരോ പോയിൻ്റ് ബേസായിട്ട് ഇപ്പോൾ ടിപ്സ് ചാനലൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ പോകുന്നത് നിങ്ങൾക്കറിയാം. ആദ്യം ഒരു 3 പോയിൻറ്റ്സ് പറഞ്ഞു, ആ പോയിൻറ്റ്സിൻ്റെ എക്സ്പ്ലനേഷനാണ് പിന്നീട് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ കിട്ടി. റിട്ടൻഷൻ എന്ന് പറയുന്നത് വീഡിയോ കാണാൻ, അതായത് ഫുള്ളായിട്ട് കാണാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, പിന്നെ പാക്കേജിങ്, പിന്നെ ഐഡിയേഷൻ അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുത്ത് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ സാധാരണ പലരും ചെയ്യുന്നത്, ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ വലിക്കരുത്. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നതാണ്, വലിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4 സെക്കൻഡെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത സീൻ കാണിച്ചാൽ മതി. എന്താ ഇത്ര തിരക്ക്, ഒറ്റയടിക്ക് എല്ലാ വീഡിയോയും കാണിക്കേണ്ട ആവശ്യമില്ല. ഓരോ ആളുകളെ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിനായിട്ട് നിങ്ങളിങ്ങനെ 4 സെക്കൻഡ് പിടിച്ചിട്ട് കറക്റ്റ് ഫോൺ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കുക. എനിക്ക് ട്രൈപോഡ് ഉണ്ടെങ്കിൽ ട്രൈപോഡ് പിടിക്കുക. ജർക്കിങ് പാടില്ല, അതായത് ഷെയ്ക്കിങ് പാടില്ല, കറക്റ്റ് പിടിച്ചാൽ മതി. ഇപ്പോൾ പുതിയ ഫോണിലൊക്കെ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ആദ്യം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, എന്നാലും നമ്മൾ ആ വരുമാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങിയില്ല. അപ്പോൾ വരുമാനത്തിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ശരാശരി എക്സ്പെക്റ്റ് ചെയ്യാവുന്ന, അതായത് സാധാരണ രീതിയിൽ വീഡിയോ ചെയ്ത് പോകുന്ന ഒരാൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന വരുമാനം എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10,000 രൂപ മുതൽ ഒരു 25,000 വരെ, അല്ലെങ്കിൽ മാക്സിമം ഒരു 25,000 രൂപ വരെയാണ് ശരാശരി സാധാരണ റേഞ്ചിൽ പോകുന്ന ഒരു യൂട്യൂബറിന് യൂട്യൂബിൽ നിന്ന് കിട്ടുക. അതായത് നമുക്കൊരു 2 ലക്ഷം വ്യൂസ് ഒരു മാസം വന്നാലാണ് ഒരു $100 കിട്ടുക. മൊത്തത്തിൽ ഒരു മാസം ഇടുന്ന പഴയ വീഡിയോസിൻ്റെ ആയാലും പുതിയ വീഡിയോസിൻ്റെ ആയാലും മൊത്തത്തിൽ ഒരു മാസം എൻ്റെ ഇതിൽ 2 ലക്ഷമെങ്കിലും ചുരുങ്ങിയത് വേണം. അത് ഇനിയും കൂടാം. അതായത് നമ്മളിപ്പം RPM എന്ന് പറയുന്നത് 1000 വ്യൂസിന് എത്ര പൈസ കിട്ടുന്നതിൻ്റെ കണക്കാണ് RPM. ഈ RPM നമുക്കിപ്പോൾ ഒരു $50 ആണെങ്കിൽ, 0.50 ആണെങ്കിലാണ് ഞാനീ പറയുന്നത് ആവുള്ളൂ. 50 എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിന് $50, 2 ലക്ഷത്തിന് $100. ഇതും കുറഞ്ഞാൽ 30 ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ വ്യൂസിൻ്റെ എണ്ണം കൂടേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതുകൊണ്ട് വീടെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് മാസം ഒരു 15,000 രൂപ കൊണ്ട് വീടെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പം ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൊടുക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോസിൽ ശ്രദ്ധ കൊടുക്കുക, കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നല്ല രീതിയിൽ പഠിക്കുക, ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഭാഗ്യത്തിന് 50,000 1 ലക്ഷമൊക്കെ ഓരോ വീഡിയോസിനും വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതൊരു 50,000 1 ലക്ഷമൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അതാണ് പോസിബിലിറ്റി. പക്ഷേ ഞാൻ പറയുന്നത് ശരാശരി നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് തുടക്കത്തിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഇത്രയാണ് കിട്ടാൻ പോകുന്നത്. ഒരു 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ മാസം കിട്ടും. അത് സാധാരണ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച്, ഒരു വീട്ടിലുള്ള ഒരാളെ സംബന്ധിച്ച് ഓക്കെയാണ്. കാരണം ഞാൻ വീട്ടമ്മ എന്ന് പറയാൻ കാരണം കൂടുതൽ സ്ത്രീകളാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ മൊത്തം ലേഡീസാണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഷുവറാണ്. അതിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. അതിൽ കൂടുതൽ വേണമെങ്കിൽ പിന്നെയും ഇതിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട്. യൂട്യൂബിൽ നിന്ന് വരുന്ന പൈസ കൊണ്ട് മാത്രം നമ്മൾ നോക്കിയിരിക്കരുത്, യൂട്യൂബ് റവന്യൂ മാത്രം നോക്കിയിരിക്കരുത്. യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾ 100 പേര് കാണുന്നുണ്ട്, സ്ഥിരമായിട്ട് 100 പേര് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന 100 പേര് അവിടെയുണ്ട്. 500 പേരാണ്, 500 പേരുണ്ട്. ഈ 500 പേരോട് ചില്ലറ നമ്പറല്ലല്ലോ. 500 ആളുകൾ എന്ന് പറഞ്ഞാൽ 500 പേരില്ലേ. നമ്മളിങ്ങനെ ഈ നമ്പർ കാണുന്നതുകൊണ്ടാണ് നമുക്ക് അത്ര ഫീലില്ലാത്തത്. നമ്മളൊരു ഗ്രൗണ്ടിലാണെങ്കിൽ എത്ര പേരുണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ 500 പേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റവന്യൂ മോഡൽ എന്താണെന്ന് വെച്ചാൽ, ഈ 500 പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ അതുപോലെ ബ്രാൻഡ് ഡീൽസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒക്കെ കയറി വരുമ്പോഴാണ് അഡീഷണൽ ഇൻകം വരുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ വീടെടുക്കാൻ പറ്റുന്ന രൂപത്തിലും നമുക്ക് സാമ്പത്തികമായിട്ട് സ്റ്റെബിലിറ്റി വരാൻ പറ്റുന്ന രൂപത്തിലൊക്കെ വരുന്നത് എപ്പോഴാണ്? രണ്ടാമത്തെ ഇൻകം സോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് വരിക. അപ്പോൾ അതിലേക്ക് ഒരു ജേണിയാണ്. നിങ്ങൾ അതിലേക്ക് ഇങ്ങനെ മെല്ലെ പോയിക്കൊണ്ടേയിരിക്കണം. 5-6 കൊല്ലം ചിലപ്പോൾ എടുത്താൽ പോലും നിങ്ങൾ എന്ത് ചെയ്യും, അതിലേക്ക് എത്തും. പിന്നെ കോഴ്സുകൾ ഇപ്പം ഞാൻ കോഴ്സുകൾ ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ തുടക്കക്കാരായ ആളാണെങ്കിൽ, ഇതൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ്, തമ്പനെയിൽ ഡിസൈനിങ്, അതുപോലെ കോണ്ടൻറ്റ് സ്ട്രാറ്റജീസ്, ഇതൊക്കെ പഠിക്കാവുന്ന റെക്കോർഡഡ് വീഡിയോസ് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിലവിലിപ്പോൾ 2 ഗ്രൂപ്പുകളാണുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞിട്ടും രണ്ടാമത്തെ സക്സസ് മന്ത്ര ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ്. ഈ 2 ഗ്രൂപ്പിലെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് ജോയിൻ ചെയ്ത്, ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരുന്നു ഈ ഗ്രൂപ്പിലെ അഡ്മിഷൻസ്. പക്ഷേ കുഴപ്പമില്ല, ആളുകൾ വന്നാൽ എനിക്കൊരു 50 പേരെങ്കിലും മോണിറ്റൈസേഷൻ ആക്കിയിട്ട് വേണം ജൂലൈയിൽ നമുക്കൊരു പ്രോഗ്രാം വെക്കാൻ. അതാണ് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യം. അതാണ് 50 പേരെ എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ ആക്കിയിട്ട് ഈ 50 ആളുകളെയും കൂട്ടിയിട്ട്, മോണിറ്റൈസേഷൻ ആവാത്തവരെയും കൂട്ടിട്ടോ, ഞാൻ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ആൾക്കാരെ കൂട്ടിയിട്ട് ഒരു പ്രോഗ്രാം വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾ മോണിറ്റൈസേഷൻ ആവുന്നൊന്നും ഞാൻ പറയൂല. നിങ്ങൾക്ക് സബ് കിട്ടുമെന്ന് പറയുന്നില്ല, വാച്ച് അവർ കിട്ടുമെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, അപ്ലൈ ചെയ്ത് നോക്ക്. ഒരുപാട് ആൾക്കാർ സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾക്കും അതുപോലെ ആവാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എത്ര വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, എത്ര പൈസ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു ഭാഗം പറഞ്ഞത്. ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കുക, കുട്ടികളൊക്കെ വെച്ച് വീഡിയോ ചെയ്യുന്നവരും അതുപോലെ വെറുതെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്നവർക്ക് റീച്ച് കിട്ടൂല, നിങ്ങൾക്ക് ആരും കാണാനുണ്ടാവില്ല. യൂട്യൂബിൽ സെർച്ച് എഞ്ചിനാണ്, അതായത് ആളുകൾ വീഡിയോസ് സെർച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. രണ്ടാമത്തത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിട്ടാണ് കാണുന്നത്. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ആൾ ഇതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോസൊക്കെ മുന്നേ കണ്ടിട്ടുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ അത് താല്പര്യമുള്ള ആളായിരിക്കണം. പൊതുവേ അങ്ങനെയുള്ള വീഡിയോസിന്, അതായത് നമ്മൾ വെറുതെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തിടുന്ന വീഡിയോസിന് ആളുകൾ കാണുന്നത് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോയാൽ മാത്രമേ അങ്ങനെയുള്ള ടോപ്പിക്ക് സക്സസ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതായത് എൻ്റെ വീഡിയോസിന് ആരും കാണുന്നില്ല, എനിക്ക് യൂട്യൂബിൽ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്, കാര്യമില്ല. കാര്യം ഉണ്ടാവണമെങ്കിൽ യൂട്യൂബ് മാറി, കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിൻ്റെ രീതികളെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ രീതി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ച് അതിൻ്റേതായ രൂപത്തിൽ മുന്നോട്ട് പോവാതെ യൂട്യൂബ് ഒന്ന് രക്ഷപ്പെടും എന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ AI ഒക്കെ വന്ന് നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ പഴയ സ്ട്രാറ്റജിയും പിടിച്ച് നിന്നാൽ അവിടെ നിൽക്കുകയുള്ളൂ, എവിടെ എത്തൂല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെ ടോപ്പിക്ക് ചെയ്താൽ നമുക്ക് കുറച്ചൊന്ന് സക്സസ് ആവാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയ പറയുന്നതാണ്. ഇപ്പോൾ പലരും സക്സസ് ആയിട്ട് കണ്ട ഒരു ഐഡിയ ആണ്. ഒന്ന്, സ്റ്റോറി ടെല്ലിങ് പറയാമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഹിസ്റ്ററീസ് ഉണ്ട്, അതുപോലെ നമ്മളെ സാധാരണ ഈ വീട്ടിലെ കഥകൾ, ഇപ്പം അമ്മായിയമ്മയും മരുമകളും തമ്മിലെ പ്രശ്നം, അത് ഞാൻ വേറെ വാക്കാണ് പറയുക, അതിവിടെ പറയുന്നില്ല. മോശമൊന്നുമല്ല കേട്ടോ, ഞാൻ ഗ്രൂപ്പിൽ പറയുന്നത് വേറെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറീസ്, പ്രണയമാവാം, പ്രശ്നങ്ങളാവാം. ആളുകൾക്ക് പ്രശ്നങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ എന്തെങ്കിലും തമ്മിത്തല്ലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കഥയുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും. അത് കാണാൻ ഭയങ്കര ആവേശമാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അപ്പോൾ അങ്ങനത്തെ ഇട്ട ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി രക്ഷപ്പെട്ടു. പിന്നെ ചെയ്യാൻ പറ്റുന്നത് റിയാക്ഷൻ വീഡിയോസാണ്. റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ വെറുതെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ റിയാക്ഷൻ ആവില്ല. ഇപ്പം ഇപ്പോൾ ഇറാൻ്റെ യുദ്ധം, അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം, കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ ട്രെൻഡിങ്ങായി നിൽക്കുന്ന സാധനത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞാലും ഓക്കെയാണ്, ചാനൽ നല്ലപോലെ കയറിപ്പോവും. അപ്പോൾ 2 ടോപ്പിക്ക് പറഞ്ഞ, ഒന്ന് സ്റ്റോറി ടെല്ലിങ്, പിന്നെ റിയാക്ഷൻ വീഡിയോ ആണ് രണ്ടാമത്തത്. ഞാനിപ്പോൾ ഈ 2 ഐഡിയ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതായത് പല രൂപത്തിൽ ഇതിനെ ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റോറി ടെല്ലിങ്ങിന് നിങ്ങൾക്ക് കുറേ രൂപത്തിൽ ചെയ്യാം, പല രീതിയിൽ ചെയ്യാം. സ്റ്റോറി ടെല്ലിങ് നിങ്ങൾക്ക് ഓൺ വോയിസ് മാത്രം കൊടുത്തിട്ട് ചെയ്യാം. ഇനി നിങ്ങളെ കാണിച്ചുകൊണ്ട് പറയുന്ന രീതിയാണ്, അങ്ങനെയും ചെയ്യാം. അല്ല AI വീഡിയോസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ആ രീതിയിലും ചെയ്യാം. പുതിയൊരു അപ്ഡേറ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ കണ്ടിടത്തോളം
പഴയ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതായത് AI വീഡിയോസ് മോണിറ്റൈസേഷൻ ആവില്ല എന്നുള്ളത്. അതിപ്പം മാറിയിട്ടുണ്ട്. AI ഓഡിയോ ഉപയോഗിച്ചിട്ട് AI വീഡിയോ ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റോറി ചെയ്താൽ അത് മോണിറ്റൈസേഷൻ ആവുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ അത് ഒരു തിൻ ലൈനിലാണ് പോകുന്നത്. ചെറിയ പ്രശ്നം പറ്റി അപ്പം റീയൂസ് കണ്ടൻറ്റ് പ്രശ്നം വന്നിട്ട് മോണിറ്റൈസേഷൻ പോയിട്ടുണ്ട്. ഇപ്പോൾ 1-2 പേര് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിർബന്ധമായിട്ടും വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നിങ്ങൾ സ്റ്റോറി ടെല്ലിംഗ് AI വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വീഡിയോ ഫുള്ളായിട്ട് വേണമെന്നില്ല, എവിടെയെങ്കിലും കുറച്ച് ക്ലിപ്സെങ്കിലും വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യണം. മൊത്തം ഫോട്ടോ കൊടുത്തിട്ട് ചെയ്യരുത്. ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾ AI വെച്ചിട്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഫോട്ടോയും വീഡിയോയും ഇൻക്ലൂഡ് ചെയ്യണം. നിങ്ങളുടെ വോയിസ് വേണമെന്നില്ല, AI വോയിസ് തന്നെ ഉപയോഗിക്കാം. AI വോയിസ് ഉപയോഗിച്ചിട്ട് ത്രൂ ഔട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മോണിറ്റൈസേഷൻ ആവും. ഇപ്പോൾ എല്ലാവർക്കും ആവുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, പക്ഷെ അത് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കുറച്ചുകൂടി ഈസിയാണ് നിങ്ങൾക്ക് AI വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി. കാരണം നിങ്ങൾ സ്ക്രിപ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക് പറഞ്ഞോളൂ. പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ജോയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ ഇടണമെന്നില്ല. ഞാനിത് പറഞ്ഞുതരാൻ കാരണം, ഇതിലേതെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചിട്ടാണ്. കാരണം ഈ സാമ്പത്തിക പ്രശ്നമുള്ള ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറട്ടെ, അല്ലെങ്കിൽ കുറച്ച് പൈസയെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ടിപ്സൊക്കെ പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾ നോക്കുക. ഇനി AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൂൾസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മളെ മെറ്റയുടെ വീഡിയോ ക്രിയേഷൻ ഉണ്ട്. പിന്നെ ഗ്രോക്ക് ഉണ്ട്. ഗ്രോക്കിൽ ഫ്രീ ആയിട്ട് ചെയ്യാം. VO3 ഉണ്ട്. പിന്നെ കുറച്ച് ഉള്ളതൊക്കെ പ്രീമിയമാണ്, അതായത് നമ്മൾ പൈസ അടച്ചിട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് വരുമാനം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ സ്പെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടിടാം. അതുവരെ വേണമെങ്കിൽ ഈ ഫ്രീ ടൂൾസൊക്കെ ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ സക്സസ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ പറഞ്ഞു തരുന്ന നിനക്ക് വ്യൂസ് ഇല്ലല്ലോ, അപ്പോൾ നീ ആദ്യം പോയി വ്യൂസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ചാനൽ തുടങ്ങിയ ഉദ്ദേശം തന്നെ എനിക്ക് വ്യൂസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എനിക്ക് മില്യൺസ് ഉണ്ടാക്കാനുള്ള ഈ സെറ്റിങ്സ് മാറ്റൂ, അല്ലെങ്കിൽ അത് മാറ്റി നിങ്ങൾ സക്സസ് ആവുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കാൻ എനിക്കറിയാത്തതുകൊണ്ടല്ല. കാരണം അങ്ങനെ പറയുമ്പോൾ ആരും നെഗറ്റീവായി എടുക്കണ്ട. കാരണം വെറും ഒരു സെറ്റിങ്സ് മാറ്റിയതിനെ കൊണ്ട് ആരും സക്സസ് ആവില്ല എന്നുള്ളത് പറയുന്നതാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ വീഡിയോ ഇട്ടിട്ട് എൻ്റെ ചാനലിൽ മാത്രം റീച്ച് കൂട്ടാൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല. പക്ഷേ എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസ് കൊണ്ട് നിങ്ങൾ ഒരാളെങ്കിലും രക്ഷപ്പെട്ടെങ്കിൽ അതാണ് എനിക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. കാരണം എൻ്റെ ഈ ഒരു ഐഡിയയും എൻ്റെ നോളജും വെച്ചിട്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെങ്കിൽ അതാണ് കൂടുതൽ സന്തോഷം. അതുകൊണ്ടാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ വ്യൂസ് നോക്കിയിട്ട് നിങ്ങൾ ആരും ഇരിക്കേണ്ട. എൻ്റെ വ്യൂസ് കുറഞ്ഞോട്ടെ, 500 ആണെങ്കിൽ 500 ആൾ കണ്ടിട്ട് 500 ആളിൽ 10 ആൾ അപ്ലൈ ചെയ്തിട്ട് അവർ സക്സസ് ആയാൽ മതി, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ കൊണ്ടൊന്നും ആരും നെഗറ്റീവ് കമൻ്റ് ഇടാൻ വരേണ്ട. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വ്യൂസ് കുറയുന്നത് തന്നെ. ആവശ്യമുള്ളൊരു വീഡിയോ കാണട്ടെ, അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യട്ടെ, ഒന്ന് സക്സസ് ആവട്ടെ. കാരണം എൻ്റെ വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ സെറ്റിങ്സ് മാറ്റാനുള്ള വീഡിയോസ് ഒന്ന് കാണുന്നത് വളരെ അപൂർവമായിരിക്കും. എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അത് എഫക്റ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. ഈ സെറ്റിങ്സിൻ്റെ കാര്യമൊന്നും ഞാൻ ആരെയും മോശം പറഞ്ഞൊന്നുമല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ മറ്റൊരു അർത്ഥത്തിൽ എടുക്കേണ്ട. ഞാനത് കാര്യം പറഞ്ഞാണ്, എങ്ങനെയുള്ള വീഡിയോസാണ് യൂട്യൂബ് ടിപ്സ് ചാനൽ ചെയ്യുന്നതെന്നും അവർ ഏതാണ് റീച്ച് ആവേണ്ടതെന്നും എനിക്കറിയാം. പക്ഷെ അതിനെ ഉപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി ടഫായിട്ടുള്ള ഈ ഒരു ഏരിയ പിടിച്ചത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഈ റീസൺസ് കൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ വിശദീകരിച്ച് പറയണം. ഇപ്പം എന്ന് വെച്ചാൽ ആൾക്കാർ പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് പിന്നെ മറ്റൊരു തലത്തിലേക്ക് അത് കൊണ്ടുപോകും. അപ്പം കുറേ സമയമായി, എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും ലെങ്ത്തുള്ള വീഡിയോ ആണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ട് പഠിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ അതുപോലെ കമൻറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം, വീഡിയോയിൽ ഉൾപ്പെടുത്താം. പ്രത്യേകം പറയാം, എൻ്റെ പേര് സാബിർ എന്നാണ്, സാബു എന്നല്ല. എല്ലാവരും സാബു എന്നാണ് വിളിച്ചിട്ട് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ സാബിർ എന്നാണ് പേര്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സബ് ചെയ്യാത്ത എല്ലാവരും സബ് ചെയ്ത് വെച്ചേക്കും.